മകരജ്യോതി കാത്ത് ഭക്തലക്ഷങ്ങളാണ് സന്നിധാനത്തും പരിസരത്തുമായി ഇപ്പോൾ ഉള്ളത്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി ആ ഒരു നീണ്ട കാത്തിരിപ്പിന് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുരക്ഷ തന്നെയാണ്. നേരത്തെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. സജീവ് ശിവാരൻ ബാൻകുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജീവ്, വലിയ വരുമാനം ഇത്തവണ റെക്കോർഡ് വരുമാനം നേടിയൊരു മണ്ഡലകാലം കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഭക്തർ അവിടേക്ക് എത്തി എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. സജീവ്, ഈ തിരുവാഭരണ ഘോഷയാത്ര അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സായുധരായിട്ടുള്ള പോലീസുകാരടക്കം തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒപ്പം ഈ എപ്പോഴും പറയുന്നത് എല്ലാ മതസ്ഥരും ഒന്നിച്ചു കാണുന്ന ഒരു ദൈവമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അതിന് കാരണമുണ്ട്. ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന പാതയിലൊക്കെ സ്വീകരണം നൽകുന്നത് ഒരു മതക്കാർ മാത്രമല്ല, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയമില്ല എന്നുള്ളതൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് തിരുവാഭരണ ഘോഷയാത്രയെ അങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നത്? എവിടെയൊക്കെയാണ് അത് താഴെ ഇറക്കി വെച്ച് ഉള്ള അത് കയറ്റി വരുന്നവർക്ക് ഇത്രത്തോളം ക്ഷീണിതരായിരിക്കും വരുന്നത്? 13-ാം തീയതി പുറപ്പെട്ടതാണ്, കാൽനടയായാണ് വരുന്നത്. വലിയ ഭാരമുള്ള 3 പേടകങ്ങൾ കൊണ്ടാണ് വരുന്നത്. അതും നമ്മൾ സന്നിധാനത്തേക്ക് കയറി വരുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് അതായത് നന്നായി നൃത്തം ചവിട്ടിയാണ് അവർ കയറുന്നത്, കറങ്ങിയാണ് കയറുന്നത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടു വരുന്ന സായുധ സേനയോടൊപ്പം വരുന്ന ആ തിരുവാഭരണ ഘോഷയാത്ര, അതിനെവിടെയൊക്കെയാണ് സ്വീകരണം നൽകുന്നത്? അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അശ്വതി, തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തോട് അടുക്കുന്ന ഘട്ടമാണ്. പ്രത്യേകിച്ച് 3 ദിവസങ്ങൾക്കപ്പുറം 3 ദിവസങ്ങളായി നടന്ന് കാൽനടയായി എത്തുന്നതാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പിതൃസ്ഥാനത്ത്, അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്തുള്ള പന്തളം രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ് ഈ തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ കൊണ്ടുവരുന്നത്. 3 പേടകങ്ങളാണുള്ളത്. ഈ പേടകങ്ങളുമായി ഉള്ള സംഘത്തെ വലിയ പോലീസ് സന്നാഹം അനുഗമിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെയെല്ലാം തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് പോലീസ് സംഘം. അവർ പ്രത്യേകിച്ചും തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നു, അതുപോലെ ആളുകളെ വിവിധയിടങ്ങളിൽ വിന്യസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്കായി ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രിപ്പറേഷൻസിലാണ് പോലീസ് സംഘം ഉള്ളത്. അതിനൊപ്പം അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി വരാൻ പോകുന്ന ഒരു കാര്യം, ഈ വന്ന ആളുകൾ തിരുവാഭരണ ഘോഷയാത്ര വരികയും അത് കഴിഞ്ഞ് ദീപാരാധന നടക്കുകയും അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുകയും മകരജ്യോതി കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങൾ ഒരേ ശബ്ദത്തോടെ അയ്യപ്പ ശരണം എന്ന് വിളിക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീടുള്ളത് ആ ഒരു ദർശന സായുജ്യത്തിന് ശേഷം ആളുകൾ മടങ്ങിപ്പോകുന്ന ഒരു ഘട്ടമാണ്. ആ ആളുകളെ എങ്ങനെയാണ് മടക്കി വിടേണ്ടത്, മടക്കി അയക്കേണ്ടത്, ഏതു തരത്തിലാണ് അവരെ സുരക്ഷിതരായി തിരിച്ചയക്കേണ്ടത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ചും സന്നിധാനത്ത് നിന്ന് തുടങ്ങി ഉള്ള ആളുകളുടെ മടങ്ങിപ്പോക്കുണ്ട്. ആ മടങ്ങിപ്പോക്കെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ് പോലീസ് സംഘം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. വിവിധ ബറ്റാലിയൻ ആയിട്ടുള്ള പോലീസ് സംഘമാണ് ഇക്കാര്യത്തിൽ ഉള്ള പദ്ധതികൾ ഏകോപിപ്പിക്കുന്ന. സ്പെഷ്യൽ ഓഫീസർ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ സന്നിധാനത്ത് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകാൻ ADGP MR അജിത് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ വിഷ്വൽ ദൃശ്യങ്ങളിൽ കാണുന്നതും അതുതന്നെയാണ്. എന്നാൽ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന അരിജിത് പസായത്ത് അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ മകരജ്യോതി ദർശനത്തിനായി എത്തുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഇത്തരത്തിൽ വിരമിച്ച ജഡ്ജിമാരുണ്ട്, പൗരപ്രമുഖന്മാരുണ്ട്, സിനിമാ താരങ്ങളുണ്ട്, അപ്പം വലിയ ഒഫീഷ്യൽസ് ഉണ്ട്. ഇവരെല്ലാം തന്നെ ഈ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ സുരക്ഷിതമായി മകരജ്യോതി ദർശനം കഴിഞ്ഞ് തിരിച്ച് അയക്കണം. അവരെല്ലാം യഥാസ്ഥാനങ്ങളിൽ ഇരുത്തി മകരജ്യോതി ദർശനത്തിന് സജ്ജരാക്കണം. ഒപ്പം വന്നിരിക്കുന്ന വിവിധ ഭാഷക്കാരായ, വിവിധ ദേശക്കാരായ 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ഭക്തരെ ഓരോ മേഖലയിലും വരുന്ന അവർക്ക് സുരക്ഷിതമായ വിധത്തിൽ, സുഗമമായ വിധത്തിൽ അവർക്ക് ദർശനം സാധ്യമാക്കുന്ന ഒരു പ്രവർത്തനവും വേണം. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്? സജീവ, 5 കാലോടെ ശരംകുത്തിയിലേക്ക്
തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുമെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ അവിടെ നിന്ന് സ്വീകരിച്ച് ആനയിക്കുന്നതിന് വേണ്ടിയുള്ള ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ താഴേക്ക് എത്തും. അവിടെ ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരിക്കും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുക. അവിടെ നിന്ന് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാകും നടന്ന് ഈ തിരുമുറ്റത്തേക്ക് അത് കടന്നു വരിക. വലിയ നടപ്പന്തലുണ്ട്. നടപ്പന്തലൊക്കെ പിന്നിട്ട് വേണം ഇവിടേക്ക് വരാൻ. ആ ഇടങ്ങളിലെല്ലാം, അതായത് തിരുവാഭരണ ഘോഷയാത്ര വരുന്ന വഴികളിലെല്ലാം വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ സജീവ് സൂചിപ്പിച്ച പോലെ ADGP MR അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ ദക്ഷിണ മേഖല IG സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്ത് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ വ്യൂ പോയിന്റുകളിലും SP-മാർ അടങ്ങുന്ന സംഘമാണ് സുഗമമായ ദർശനം ഉറപ്പാക്കി സുരക്ഷിതമായി ഭക്തർക്ക് മലയിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നേരത്തെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ മൈക്ക് വഴി അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ മേഖലകളിലുള്ള, അതായത് തിരുവാഭരണം വരാനുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകൾ മാറി നിൽക്കണം. അവിടങ്ങളിലെല്ലാം അത് പോകാനുള്ള സൗകര്യം ഒരുക്കണം. തിരുവാഭരണങ്ങൾ ഭക്തരായിട്ടുള്ള ആളുകൾ തിരുവാഭരണങ്ങൾ കണ്ടു തൊഴാൻ നിൽക്കാതെ മാറി നിൽക്കണം എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ആ വഴിയിൽ, പ്രത്യേകിച്ചും സന്നിധാനത്തോടടുത്തുള്ള മേഖലകളിൽ പോലീസ് ചെയ്തിരിക്കുന്നത്? സാധാരണയായി 4 മണിയാകുമ്പോൾ മാത്രമേ അവിടെ നിന്ന്, അതായത് സജീവ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നടപ്പന്തലിൽ അല്ലെങ്കിൽ പാണ്ഡിത്താവളത്തിലേക്ക് കയറുന്ന വഴിയിൽ സോപാനത്തിന് സമീപത്തൊക്കെയുള്ള ആളുകളെ മാറ്റുന്നത് ഏതാണ്ട് 4 മണിയോട് കൂടി മാത്രമാണ്. പക്ഷേ ഇത്തവണ വളരെ നേരത്തെ, ഏതാണ്ട് 2 മണിയായപ്പോൾ തന്നെ ആ സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് ഇവാക്യുവേറ്റ് ചെയ്യിപ്പിച്ചു. മാത്രവുമല്ല, സന്നിധാനത്ത് ഔദ്യോഗികമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും താഴേക്ക് ഇറക്കിയതിനു ശേഷം കർശനമായ പരിശോധനകൾ നടത്തി. 2 റൗണ്ട് പരിശോധനകൾ താഴെയും സോപാനത്തിന് മുകളിലുമായി പൂർത്തിയാക്കിയാണ് അവരെ ഇപ്പോൾ തിരുമുറ്റത്തേക്ക് കയറ്റിവിടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം എന്തുകൊണ്ടാണ് ഇത്തരം വളരെ കർശനമായ ഇത്തരം സുരക്ഷാ പരിശോധനകൾ നടത്തിയത്? എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ സ്വാഭാവികമായ പരിശോധനകൾ കുറെക്കൂടി കടുപ്പത്തിലാക്കിയതാണോ? അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. സുരക്ഷിതമായി മകരവിളക്ക് ദർശനം കഴിഞ്ഞിട്ട് ഭക്തർക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സുഗമമായ ദർശനത്തിന് ശേഷം സുരക്ഷിതമായി ഇറങ്ങാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഇത്തവണ മണ്ഡല മകരവിളക്ക് കാലം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലും കേട്ടിട്ടില്ലാത്ത പഴിയാണ് സർക്കാരിന് കേൾക്കേണ്ടി വന്നത്. കാരണം 12 മുതൽ 18 മണിക്കൂർ വരെ ഭക്തർക്ക് ക്യൂവിൽ നിന്ന് ദർശനം തേടേണ്ട സാഹചര്യം, അതിൽ തന്നെ ഉന്തിവിടുന്നു, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും അയ്യനെ തൊടാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഇനിയുണ്ടായാൽ അത് സർക്കാരിന് വലിയ പേരുദോഷമാകും. ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കനത്ത സുരക്ഷയിലാണ് സന്നിധാനവും പരിസരവും. സജീവ് സി വാരനും ഡാൻ കുര്യനുമാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും